ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ടുട്ടൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പുട്ടാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അരിപ്പൊടി 2 ഗ്ലാസ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1 ഗ്ലാസ്, തേങ്ങ ചിരകിയത് ആവശ്യത്തിന്. ആദ്യം തന്നെ പാൻ വെക്കുക. പാൻ ചൂടായ ശേഷം 1 ഗ്ലാസ് വെള്ളം പാനിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഉപ്പിനെ ഒന്ന് നല്ലപോലെ അലിയിക്കുക. വെള്ളം നല്ലപോലെ തിളച്ചു വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഗ്ലാസ് അരിപ്പൊടി ഉണ്ട്, 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ വാട്ടി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ വാട്ടി കൊടുക്കുക. പൊടി നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കുറച്ചു നേരം ചൂടാറാൻ വെക്കുകയാണ്. പൊടി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഈ പൊടിയെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പതുക്കെ കറക്കിയെടുക്കാൻ പോവാണ്. അതിന് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് പൊടി മൊത്തമായിട്ട് ഇടുകയാണ്. ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഈ വാടിയ പൊടി ആയതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ പൊടി ഞാൻ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പതുക്കെ അടിച്ചെടുത്തതാണ് ഈ കാണുന്നത്. 2 ചെറിയ അടി അടിച്ചാൽ മതി, അപ്പോഴേക്കും പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിനാവശ്യമായ അച്ച് ഇതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പൊടി ഇട്ട ശേഷം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. ശേഷം ഇതിന് നമ്മൾ ആവി കയറ്റാൻ പോവാണ്. ഇവിടെ ഞാൻ ആവി കയറ്റുന്നതിന് വേണ്ടിയിട്ട് കുക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുക്കറിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. ശേഷം കുക്കറിനെ മൂടുക. മൂടിയിട്ട് ഈ കാണുന്ന വിസലിനെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ പ്ലേസിലാണ് ഞാൻ പുട്ട് വെക്കാൻ പോകുന്നത്. വിസിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ നിന്ന് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നതിന് ശേഷമാണ് ഞാൻ പുട്ട് വെക്കുന്നത്. ഇനി ഒരു 2-3 മിനിറ്റ് മതിയാവും. പുട്ടിന് നല്ല പോലെ ആവി വന്നു കഴിയുമ്പോൾ പുട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ പുട്ടിന് നല്ല പോലെ ആവി വന്നിട്ടുണ്ട്, അതിനർത്ഥം പുട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് പുട്ടിനെ എടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. കണ്ടോ, നല്ല ആവി പറക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണത്, സോഫ്റ്റ് ആണ്. എന്ത് കറിയുടെ കൂടെ കഴിക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.